ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലി റിലീസായി ഇന്നലെയും ഇന്നുമായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ഷറഫുദ്ദീൻ നായകനെ പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്ത ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ ഇന്നലെ ഒക്ടോബർ 16 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. സംവിധായകൻ പ്രണീഷ് വിജയൻ, ജയ് വിഷ്ണു എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഷറഫുദ്ദീൻ തന്നെ നിർമ്മിച്ച ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, ജോമോൻ ജ്യോതിർ, ശ്യാം മോഹൻ, ഭഗത് മാനുവൽ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 55 ലക്ഷം രൂപയായിരുന്നു. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം 58-60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1,15 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 1,60 ലക്ഷം റേഞ്ചിലുമാണ്. പുഴു എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ ശ്രദ്ധയായ രത്തീന പി.ടി സംവിധാനം ചെയ്ത് ഇന്ന് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ, സണ്ണി വെയിൻ, ശബരീഷ് വർമ്മ, ആൻ അഗസ്റ്റിൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഷാജി മാറാടാണ്. ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായമല്ല നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് റൊമാന്റിക് ആക്ഷൻ കോമഡി സിനിമയാണ് ഡ്യൂഡ്. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച് കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത സിനിമയിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ശരത് കുമാർ, ഹൃദു ഹാറൂൻ, നേഹ ഷെട്ടി, രോഹിണി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച 40-45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് കളക്ഷനായി ആദ്യ ദിവസം 7 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 15 കോടി റേഞ്ചിലുമാണ്. ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്ത് മാരി സെൽവരാജ തിരക്കഥ സംവിധാനം ചെയ്ത ബൈസൺ കാലമാടൻ തന്നെയാണ്. ധ്രുവ് വിക്രം നായകനാകുന്ന ഈ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രത്തിൽ പശുപതി, അമീർ, അനുപമ പരമേശ്വരൻ, ലാൽ, രജീഷ വിജയൻ, അഴകം പെരുമാൾ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ കേരളത്തിൽ ആദ്യ ദിവസം 10-12 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 3.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 6-7 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നവാഗതനായ ഷൺമുഖം മുത്തുസ്വാമി തിരക്കഥ സംവിധാനം ചെയ്ത തമിഴ് സിനിമയാണ് ഡീസൽ. ഹരീഷ് കല്യാൺ, അതുല്യ രവി എന്നിവരാണ് പ്രധാന താരങ്ങൾ. വിനയ് റായ്, സായി കുമാർ, അനന്യ, കരുണാസ്, രമേശ് തിലക്, കാളി വെങ്കട്ട്, വിവേക് പ്രസന്ന എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 4 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 2.5-3 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. രാജനാഥൻ പെരിയസ്വാമി തിരക്കഥ സംവിധാനം ചെയ്യുന്ന കമ്പി കഥനകഥയി എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. നാട്ടി പ്രധാന താരമായി അഭിനയിക്കുന്ന ഈ കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന സിനിമയിൽ സിംഗപ്പുരി, ജാവ സുന്ദരശൻ, കോതണ്ടൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. വലിയ തിയേറ്റർ കൗണ്ടൊന്നും ഇല്ലാതെ തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം 15 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. നവാഗതയായ നീരജ കോന തിരക്കഥ സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി തെലുങ്ക് സിനിമയാണ് തെലുസുകട. സിദ്ധു ജന്നലഗദ്ദ, റാഷി ഖന്ന, ശ്രീനിധി ഷെട്ടി എന്നിങ്ങനെയാണ് ഈ സിനിമയുടെ താരങ്ങൾ. ഇന്ന് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യ ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ആന്ധ്ര തെലങ്കാന കളക്ഷനായി ഈ സിനിമ 1,60 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലുമാണ്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളായി ഇന്നലെയും ഇന്നുമായി തിയേറ്ററിലെത്തിയ 7 സിനിമകളുടെ ട്രാക്കഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.